സുവിശേഷ വീഥി. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിതരെ ഏവർക്കും സ്നേഹ വന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മോശയാണ്. മോശ വളർന്നത് ഫറവോൻ്റെ രാജകൊട്ടാരത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മോശ പോയി. അങ്ങനെ ആ മോശ രാജകൊട്ടാരത്തിൽ വളർന്നതുകൊണ്ട് ആ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജകിങ്കരന്മാരെ ഊരിപ്പിടിച്ച വാളുമായിരിക്കുന്ന രാജകിങ്കരന്മാർ, ക്രൗര്യത്തോടു കൂടി നിൽക്കുന്ന രാജാവ്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മോശ വളർന്നു വന്നത്. മോശ അതിനുശേഷം ഒരു ക്രൂരനായ ഒരു വ്യക്തിയായിട്ട് മോശ മാറുന്നുണ്ട്. ഒരു മിസ്രൈമിനുമായിട്ട് വഴക്ക് കൂടിയിട്ട് അവനെ അടിച്ചു കൊന്ന് നിലത്ത് കുഴിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ പാപം മറച്ചു വെച്ച് മുമ്പോട്ട് പോകുന്നു. ദാവീദ് പാപം മറച്ചു വെച്ച് മുമ്പോട്ട് പോയതുപോലെ ഒരു സന്ദർഭത്തിൽ തൻ്റെ പാപം വെളിപ്പെട്ട് വരുമോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് വേറൊരുത്തൻ പറഞ്ഞു, നീ മിസ്രൈമിനെ അടിച്ചു കൊന്നവനല്ലേ. അങ്ങനെയാണ് മോശ അവിടം വിട്ട്, കൊട്ടാരം വിട്ട് ഭയചകിതനായിട്ട് ഓടിപ്പോകുന്നത്. തൻ്റെ പാപം വെളിപ്പെട്ട് വരും എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ അവിടെ യിത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുക, അമ്മായിയപ്പനായി യിത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വനാന്തരങ്ങളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മുൾപ്പടർപ്പിൽ യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വലിയൊരു ദൗത്യമാണ് മോശയെ ഏൽപ്പിക്കുന്നത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളയുക എന്ന് ദൈവം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവന് ദൗത്യം വെളിപ്പെട്ട് കിട്ടുന്നത്. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവജനത്തെ വിടുവിച്ച് കനാലിലേക്ക്, വാഗ്ദത്തനാടായ കനാലിലേക്ക് നയിക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം. മോശ ക്രൂരനായൊരു വ്യക്തി സൗമ്യനായ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. ക്രൂരനായ വ്യക്തി ഒരാളെ കൊന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മുൾപ്പടർപ്പിലെ ദൈവത്തിൻ്റെ ദർശനം കണ്ടതിന് ശേഷം രൂപാന്തരപ്പെടുകയാണ്. സൗമ്യനായൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ദൗത്യം ഒഴിവുകഴികളൊക്കെ ആദ്യമൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എനിക്കെന്നെ പ്രാപ്തിയില്ല, കഴിവില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും ദൈവം അവനെ ഏൽപ്പിക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മോശ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വിടുവിക്കുന്നുണ്ട്. ആ ദൈവജനത്തെ വിടുവിച്ച് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ അവരെ നടത്തി, ചെങ്കടലിലൂടെ അവരെ നടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ നയിക്കുകയാണ്. ആ ഒരു കാലയളവിൽ, ഏകദേശം ഒരു 40 വർഷത്തെ കാലയളവിൽ മോശയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. മോശ കനാൻ നാട് കാണുകയില്ല എന്ന് ദൈവം അവനോട് അരുളി ചെയ്യുന്നു. മോശയ്ക്ക് ഒരു ബലഹീനതയിലൂടെ, ഒരു പാപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്താണ് മോശയുടെ പാപം? സംഖ്യാപുസ്തകം 20-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗത്തിൽ നമുക്ക് ആ സംഭവം കാണുവാൻ സാധിക്കും. അതായത് സീൻ മരുഭൂമിയിൽ, കാദേശിലെ മരുഭൂമിയിൽ ദൈവം പാർക്കുന്നുണ്ട്. അവിടെ വെച്ച് മോശയുടെയും അഹറോൻ്റെയും സഹോദരിയായ മിരിയാം അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി മരിച്ചതിലുള്ള ദുഃഖം തീരുന്നതിന് മുമ്പേ ജനം കലഹം തുടങ്ങി. ഞങ്ങൾക്ക് വെള്ളമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. മന്നായെക്കുറിച്ച് പറയുന്നത്, സ്വർഗീയ ഭോജ്യത്തെ ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളുടെ മധ്യേ ഇരുന്ന സുഭിക്ഷമായിട്ട് ആഹാരം ഞങ്ങൾക്ക് ലഭ്യമാകുമായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് അടിമത്തം ഉണ്ടായിരുന്നെങ്കിലും അവിടെയായിരുന്നു നല്ലത് എന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞ് മോശയ്ക്കും ദൈവത്തിനും അഹറോനും ഒക്കെ വിരുദ്ധമായിട്ട് പിറുപിറുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കും? അതായത് സ്വന്തം സഹോദരി മരിച്ചതിൻ്റെ ദുഃഖം, അതുപോലെ തന്നെ ദൈവജനം അത് മനസ്സിലാക്കാതെ കലഹിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ സ്വാർത്ഥരാണ്. മറ്റുള്ളവരുടെ ദുഃഖം എന്താണ്, മറ്റുള്ളവരുടെ പ്രയാസം എന്താണ്, മറ്റുള്ളവരുടെ സാഹചര്യം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ ആ സ്വാർത്ഥതയോടെ എൻ്റെ കാര്യം മാത്രം നടക്കണം എന്നുള്ള, ഇസ്രായേൽ മക്കളെ പോലെ എൻ്റെ കാര്യം മാത്രം നടക്കണമെന്നുള്ള സ്വാർത്ഥമായ ചിന്തയാണ് ആധുനിക മനുഷ്യനെയും ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിലാപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു മോശയും അഹറോനെയും സാന്ത്വനിപ്പിക്കേണ്ട ദൈവജനമാണ് തങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ മോശയ്ക്ക് വിരോധമായിട്ട് പിറുപിറുക്കുന്നത്, മോശയ്ക്ക് വിരുദ്ധമായിട്ട് സംഘടിക്കുകയും ചെയ്യുന്നത്. മോശ പാറയെ അടിച്ച് വെള്ളം ആവോളം ആസ്വദിച്ചവരാണ് ഇസ്രായേൽ മക്കൾ. ആ ഒരു നന്ദിയൊന്നും അവർക്കിപ്പോഴില്ല. അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയും ആവലാതിയും മാത്രമേ അവർക്ക് ഉള്ളൂ. ഇതുപോലെയാണ് പലരും
നന്മ ചെയ്യും, ഉപകാരം ചെയ്യും. പലർക്കും ഉപകാരം ചെയ്തിട്ടുണ്ട്. നമുക്ക് പലരുടെയും ഉപകാരം സ്വീകരിച്ച് ജീവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഉപകാരങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ വരുമ്പോൾ സൗകര്യപൂർവ്വം മറക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫറവോൻ്റെ 2 പരിചാരകന്മാരായിരുന്നു പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും. രണ്ടുപേരും യോസഫിനോടൊപ്പം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് സ്വപ്നം കാണുന്നുണ്ട്. 2 പേരും, പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും കാരാഗൃഹത്തിൽ വെച്ച് സ്വപ്നം കാണുന്നുണ്ട്. യോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. പാനപാത്രവാഹകനെ ഫറവോൻ തിരിച്ചെടുക്കുകയും അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ യോസഫ് പാനപാത്രവാഹകനോട് പറയുന്നുണ്ട്, ഞാൻ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു തന്നു. ഒരു അനുയോജ്യമായൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴേ നീ ഫറവോനോട് പറഞ്ഞ് എന്നെ കാരാഗൃഹത്തിൽ നിന്നൊന്ന് വിടുവിക്കാൻ നീ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ സൗകര്യപൂർവ്വം മറക്കുകയാണ് പാനപാത്രവാഹകരുടെ പ്രമാണി. ജോലിയിൽ തിരികെ എത്തിയതിന് ശേഷം തങ്ങളോടൊപ്പം കാരാഗൃഹത്തിൽ കിടന്ന യോസഫിനെ മറക്കുന്ന പാനപാത്രവാഹകരുടെ പ്രമാണിയാണ് അവിടെ കാണുന്നത്. ഇതുപോലെയാണ് ഈ ലോകം. ഇങ്ങനെയാണ് ഈ ലോകത്തിൽ നാം പലർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് ഒരിക്കലും നാം പരിഗണിക്കേണ്ടതായിട്ടുള്ളതില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവാധിഷ്ഠിതമായിട്ട് ദൈവികമായിട്ടുള്ള ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം എനിക്ക് പ്രതിഫലം നൽകും എന്നുള്ള ചിന്തയോടുകൂടി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അനുപേക്ഷണീയമായിട്ടുള്ള കാര്യങ്ങൾ. കർത്താവിനെ സമീപിച്ചവർ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഭൂരിപക്ഷം ആളുകളും ക്രിസ്തുവിനെ സമീപിച്ചത്. ആ കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം കിട്ടും എന്നുള്ള ഒരു അഭിവാഞ്ചയോടു കൂടിയാണ്, ഒരു അഭിലാഷത്തോടു കൂടിയാണ് എന്നെ വീണ്ടും പിന്തുടരുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഭാഗത്തിൽ ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടത്, ഈ വേദഭാഗത്തിലെ ഒന്നാമത്തെ ചിന്ത പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുക, എൻ്റെ കാര്യം നടക്കണം എന്നുള്ളൊരു ചിന്ത. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബ പശ്ചാത്തലമാണെങ്കിലും സാമൂഹ്യ പശ്ചാത്തലമാണെങ്കിലും സഭാ പശ്ചാത്തലമാണെങ്കിലും സ്വാർത്ഥത പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കേണ്ട സന്ദർഭമാണെങ്കിൽ, സാന്ത്വന സ്പർശം പകർന്നു നൽകേണ്ട സന്ദർഭമാണെങ്കിൽ അത് പകർന്നു നൽകുക, അവരെ ആശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ട് പോവുക, അവർക്ക് സഹായഹസ്തം നീട്ടിക്കൊടുക്കുക. അതാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് കരണീയമായിരിക്കുന്ന കാര്യം. ഈ ആവലാതിയും പരാതിയും സഹിക്കവയ്യാതെ വന്നപ്പോൾ അഹറോനും മോശയും ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും, മോശ പ്രവാചകനും അഹറോൻ പുരോഹിതനുമായിരുന്നു. രണ്ടുപേരും 2 ദൗത്യമാണ് നിർവഹിക്കുന്നത്. അവർ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്, ദൈവമേ, ഈ ജനത്തിൻ്റെ കഷ്ടതകൾ, ഈ ജനത്തിൻ്റെ പരാതികൾ, ജനത്തിൻ്റെ ആവലാതികൾ നീ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രധാനമായിട്ട് ദൈവമേ ഇടപെടണമേ എന്ന് കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആചാര്യശ്രേഷ്ഠന്മാരാണെങ്കിലും മറ്റ് ആത്മീയ നേതാക്കന്മാരാണെങ്കിലും ഇതുപോലെയാകണം. ദൈവജനത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവരുടെ ആവശ്യങ്ങൾ, ആവലാതികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു ആത്മീയ നേതാവിൻ്റെ, ഒരു ആത്മീയ ആചാര്യൻ്റെ കടമയും കർത്തവ്യവും എന്ന് പറയുന്നത്. അത് വിസ്മരിച്ചുകൊണ്ടുള്ളൊരു പോക്കാണ് മിക്കവാറും ഇന്ന് ആത്മീയ ഗോളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളത്. അപ്പോഴവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ട് കിട്ടി. എന്താണ് ആലോചന? നിൻ്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹറോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക. വ്യക്തമായിട്ടും ഇവിടെ പറയുന്നത്, നീയും നിൻ്റെ സഹോദരനും പോയിട്ട് അവിടെ ഒരു പാറയുണ്ട്, ആ പാറയെ അടിക്കാനല്ല പറഞ്ഞത്, ആ പാറയോട് കൽപ്പിക്കുക. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞത് പാറയെ അടിക്കുക എന്ന് യഹോവയായ ദൈവം നിർദ്ദേശം നൽകി. അതനുസരിച്ച് മോശ പാറയെ അടിച്ച് സമൃദ്ധമായ ജലം പുറപ്പെടുവിക്കുന്ന ഒരു സന്ദർഭം വേറെയുണ്ട്. പക്ഷേ ഇവിടെ യഹോവയായ ദൈവം പറയുന്നത് പാറയോട് കൽപ്പിക്കുക എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നത് വടി എടുക്കണം എന്നുള്ളതാണ്. വടിയെടുക്കുമ്പോൾ കർത്താവിന് യഹോവയായ ദൈവം വ്യക്തമായിട്ടൊരു പരീക്ഷണത്തിലൂടെ മോശയെ കടത്തിക്കൊണ്ട് പോവുകയാണ്. എന്താണ്? വടി കയ്യിലിരിക്കുമ്പോൾ അടിക്കുവാനുള്ളൊരു പ്രവണത ഉണ്ടാകും. അതൊരു പ്രലോഭനമാണ്. ആ പ്രലോഭനത്തെ മോശ അതിജീവിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് യഹോവയായ ദൈവം ഇവിടെ നടത്തുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുക. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും, അനുദിന ജീവിതത്തിൽ തെറ്റിപ്പോകേണ്ട, മ്ലേച്ഛതയിലേക്ക്, അധർമ്മങ്ങളിലേക്ക് പോകേണ്ട പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സംജാതമായി തീരും. പക്ഷേ ആ സാഹചര്യങ്ങളോട് ചെറുത്ത് നിൽക്കുന്ന മനോഭാവമായിരിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ കരണീയമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മറിച്ച് ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന മനോഭാവം ഒരിക്കലും ഉണ്ടാകരുത്.
അതുകൊണ്ട് പ്രധാനമായിട്ടും ഹാനോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം മ്ലേച്ഛതയുടെ കാലഘട്ടമാണ്. എല്ലാ ആളുകളും യഹോവയായ ദൈവം ജലപ്രളയം വരുത്തി ദൈവജനത്തെ അല്ലെങ്കിൽ അന്നത്തെ ജനത്തെ ആകമാനം നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത കാലഘട്ടത്തിൽ തൊട്ടു മുമ്പാണ് ഹാനോക്ക് ജീവിച്ചിരുന്നത്. പക്ഷേ ഹാനോക്ക് ആ മ്ലേച്ഛതയുടെ ആ ഒരു സാഹചര്യത്തിലൂടെ ഹാനോക്ക് ഒരിക്കലും കടന്നുപോയില്ല. 60 വർഷത്തിന് ശേഷം ഒരു പുത്രനുണ്ടായി. അതിനുശേഷം ദൈവത്തോടു കൂടി നടന്നു എന്നാണ്. 300 വർഷക്കാലം ദൈവത്തോടു കൂടി നടന്നു. ആ ലോകത്തിൻ്റെ കളങ്കങ്ങളൊക്കെ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷെ പലപ്പോഴും പലരും പറയുന്നത് ഞാൻ ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെയാണ്, ഞാൻ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് ഇതാണ്, ഞാൻ ജീവിക്കുന്നത് മ്ലേച്ഛതയുടെ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ന് ഒരു ഒഴിവൊഴിവുകളൊക്കെ പറയുന്ന മനോഭാവം മാറ്റിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ ഒരു ദൈവപൈതൽ തെറ്റിപ്പോകുവാൻ പാടില്ല എന്നുള്ളത്, ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മോശയുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രലോഭനമാണ് വടി എടുക്കുക എന്ന് യഹോവയായ ദൈവം പറഞ്ഞത്. വടിയെടുത്ത് പാറയെ അടിക്കുവാൻ വേണ്ടിയല്ല, പാറയോട് കൽപ്പിക്കുക എന്നുള്ളതാണ്. മോശ അതനുസരിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് യഹോവയായ ദൈവം ഇവിടെ നടത്തുന്നത്. അനുദിന ജീവിതത്തിൽ പലതരം പ്രലോഭനങ്ങൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരാം. തുറന്നിട്ടിരിക്കുന്ന വാതായനങ്ങൾ എപ്പോഴും പ്രലോഭനങ്ങളാണ്. പലപ്പോഴും നാം പാപം ചെയ്യാത്തത് സമൂഹം നമ്മെ വീക്ഷിക്കുന്നുകൊണ്ടായിരിക്കാം, നമ്മുടെ കുടുംബം നമ്മളെ വീക്ഷിക്കുന്നുണ്ടായിരിക്കാം, പലപ്പോഴും മ്ലേച്ഛതയിലേക്ക്. പക്ഷേ അനുകൂലമായൊരു സാഹചര്യം സംജാതമാകുമ്പോൾ ഏത് മനുഷ്യനും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് പരിശുദ്ധന്മാർ വരെ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ദൈവിക പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് യഹോവയായ ദൈവം മോശയോട് പറയുന്നത്, നീ ഒറ്റയ്ക്ക് പോകണ്ട, പാറയുടെ സമീപത്തേക്ക് അഹറോനെ കൂടെ കൊണ്ടുപോകണം എന്നാണ് അവിടെ പറയുന്നത്. നീ ഒറ്റയ്ക്ക് പോകണ്ട. കർത്താവ് തന്നെ ഈരണ്ടായിട്ടാണ് അപ്പോസ്തലന്മാരെ അയക്കുന്നത്. 70 അറിയിപ്പുകാരും അയക്കുന്നത് 2 പേരെ വെച്ചാണ്. ഒറ്റയാൻ ശുശ്രൂഷ അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ വേറൊരാളോട് ഷെയർ ചെയ്യുവാൻ വേറെ ഒരാളോട് ഉണ്ടായിരിക്കുന്നത്, അത് സുവിശേഷ പ്രവർത്തനങ്ങളിലാണെങ്കിലും മറ്റ് ഏത് പ്രവർത്തനങ്ങളിലാണെങ്കിലും 2 പേർ ചേർന്നുള്ള പ്രവർത്തനത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. മറിച്ച് ഒരാൾ മാത്രം പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ വേറെ ആളോട് ഷെയർ ചെയ്യുവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ശുശ്രൂഷ ഏതായാലും കർത്താവ് കൽപ്പിച്ചതുപോലെയുള്ളൊരു ശുശ്രൂഷ, കർത്താവ് ശിഷ്യന്മാരെ കൽപ്പിച്ചയച്ചതുപോലെയുള്ള ഒരു ഈരണ്ടായിട്ടുള്ള ഒരു ശുശ്രൂഷ ഇവിടെയും യഹോവയായ ദൈവം മോശയെ തന്നെയല്ല പാറയുടെ അടുക്കിലേക്ക് വിടുന്നത്. പാറയുടെ അടുക്കിലേക്ക് അഹ്റോനെയും കൂട്ടിക്കൊണ്ട് പോവുക എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഒരു രീതിയിൽ രണ്ടാമത്തെ സന്ദേശം ഇതാണ്. ഒറ്റയാൾ പ്രവർത്തനത്തേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യമായിട്ടുള്ളൊരു പ്രവർത്തനം, സാമൂഹ്യമായൊരു തലത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് അത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പ്രവർത്തനം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക ചെയ്യുക എന്നുള്ളത്. സഭയെ വിളിച്ചുകൂട്ടി 2ആയിട്ട് പോവുക, അതുപോലെ തന്നെ സഭയെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവർ കാണുക പാറയോട് കൽപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഒളിച്ചുവെപ്പല്ല, പലപ്പോഴും ഒളിച്ചു വെച്ചുള്ള പ്രവർത്തനമാണ്. ഇന്ന് കുടുംബ പശ്ചാത്തലത്തിലാണെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒളിക്കുവാൻ പല കാര്യങ്ങളുണ്ടായിരിക്കാം, ഭർത്താവിന് ഭാര്യയെ ഒളിക്കുവാൻ പല കാര്യങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കുടുംബാന്തരീക്ഷം താറുമാറായി പോകുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു ഒരുമയുടെ അനുഭവത്തിലുമൊക്കെ ഐക്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതം ശോഭനമായ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരും. മറിച്ച് മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ഭാര്യ മൊബൈൽ ഫോൺ ചിലപ്പോൾ ഭർത്താവിന് കൊടുക്കാൻ ചിലപ്പോൾ വൈമനസ്സുണ്ടാകും, ഭർത്താവിന് മൊബൈൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ വൈമനസ്സുണ്ടാകും. അവിടെ ഒരു സീക്രട്ടാണ്, ഒരു രഹസ്യാത്മകതയാണ്. ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ള രഹസ്യാത്മകതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് പരസ്യമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. സഭയെ വിളിച്ചു കൂട്ടിയിട്ട് പാറയുടെ സമീപത്തേക്ക് അഹ്റോനെ കൂട്ടിക്കൊണ്ടുപോവുക, അതുപോലെ തന്നെ സഭയുടെ മുമ്പാകെ അവിടെ കൽപ്പിക്കുക എന്നാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ട് നാം ചിന്തിക്കുക, യഥാർത്ഥമായിട്ടും സീക്രട്ടായിട്ടുള്ള രഹസ്യാത്മകമായിട്ടുള്ള പ്രവർത്തനം മാറ്റിവെച്ചിട്ട് അത് പരസ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒളിക്കാൻ എനിക്കൊന്നുമില്ല എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് അനിപേക്ഷണീയമായിട്ടുള്ള കാര്യമാണ്. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഒളിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഭയപ്പെടേണ്ടത്. മറ്റുള്ളവരെ ഒളിച്ച് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ ഒളിച്ച് ഞാൻ എന്തെങ്കിലും അധമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല ഒരു സമീപനം അല്ല എന്ന് പറയുന്നുണ്ട്. നാലാമതായിട്ട് യഹോവ മോശയോട് പറയുന്നത് പാറയോട് കൽപ്പിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വേദഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം പാറയെ അടിക്കാനല്ല, പാറയോട് കൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു സന്ദർഭത്തിൽ ദൈവം മോശയോട് പറഞ്ഞത് രഫീദീമിൽ വെച്ച് പാറയെ അടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും അവിടെ മോശ എന്താണ് ചെയ്യുന്നത്? മോശ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പാറയോട് ജലം വരട്ടെ,
ജലം വരട്ടെ എന്ന് കൽപ്പിക്കുക എന്ന് പറയാൻ നിർദ്ദേശിച്ച യഹോവയായ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് മോശ 2 പ്രാവശ്യം പാറയെ അടിച്ചു എന്നാണ് പറയുന്നത്. അതാണ് മോശയ്ക്കും അഹറോനും സ്വർഗീയ കനാൻ്റെ അല്ലെങ്കിൽ കനാൻ ദേശം, വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവിടെ തടയിട്ടതിന് ഈ പ്രധാനപ്പെട്ട പാപം ഇതാണ്. ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്തു, പാറയെ അടിച്ചു എന്നുള്ളതാണ്. അതായത് മോശയും അഹറോനും സഭയെ വിളിച്ചുകൂട്ടി അവരോട് പറയുന്നുണ്ട്, മത്സരികളെ കേൾക്കുവിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? ദൈവജനത്തോട് പറയുകയാണ്. കോപിഷ്ഠനായിട്ടുള്ള മോശയാണ് ഇവിടെ കാണുന്നത്. അതായത് എന്തായാലും ദൈവജനത്തിൻ്റെ ആവലാതികൾ, പരാതികൾ, പിറുപിറുപ്പ്, അങ്ങനെയുള്ള കലഹങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ടാണ് മോശ അവരെ വിളിക്കുന്നത് മത്സരികളെ എന്നാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ നിയോഗമുള്ളൊരു മനുഷ്യൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കരുത്. ഞാൻ ഏതോ ഒരു സംഭവമാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ അനുസരിച്ച് കൊള്ളണം എന്നുള്ള ഒരു രീതിയിൽ ക്രൂരമായിട്ട്, പരുഷമായിട്ട്, വ്യത്യസ്തമായിട്ട് ആത്മീയ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്നവരോട് പരുഷമായിട്ട് ഇടപെടുന്ന ആത്മീയ നേതാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു മനോഭാവം അല്ല. ക്ഷമയോടുകൂടി വർത്തിക്കുക. മോശയ്ക്ക് ഇവിടെ ക്ഷമ നഷ്ടപ്പെട്ടു. ഒരു സന്ദർഭത്തിൽ ക്രൂരനായ മനുഷ്യനായ വ്യക്തി ഏറ്റവും സൗമ്യനായ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് ഇവിടെ ക്രൂരതയുടെ പഴയ ഭാവം തിരിച്ചെടുത്തിട്ട് വളരെ കർശനമായിട്ട് ഇവിടെ പറയുകയാണ് ജനങ്ങളോട്, മത്സരികളെ എന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് മത്സരികളെ എന്ന് സംബോധന ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഞാനും അഹ്റോനും വിചാരിച്ചാൽ ഈ പാറയെ അടിച്ചാൽ വെള്ളം പുറപ്പെടും, അതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നുള്ള ഒരു ധാർഷ്ട്യചിന്ത, അഹംഭാവചിന്ത മോശയിൽ അന്തർലീനമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ എന്നുള്ളൊരു പ്രയോഗം ദൈവം എന്നുള്ള പ്രയോഗമല്ല. ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പാറയോട് കൽപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു വിനയഭാവം മാറ്റിയിട്ട് ഒരു ധാർഷ്ട്യ മനോഭാവം, ഒരു അഹംഭാവത്തിൻ്റെ മനോഭാവം അനുവർത്തിക്കുന്ന മോശയുടെ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ആത്മീയ ഗോളത്തിലെ മറ്റൊരു അപജയമാണ് എന്ന് നാം ചിന്തിക്കുക. എന്താണ് ഈ അപജയം എന്ന് പറയുന്നത്? യഥാർത്ഥമായിട്ടും എന്നിലൂടെ പകരപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെ സാധിച്ച് കിട്ടുന്നത് എന്നുള്ള മനോഭാവം മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവം എന്നുള്ള പദം മാറ്റിവെച്ചുകൊണ്ട് മോശയും അഹ്റോനെയും പോലെ ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് മാറുകയാണ്. ഞങ്ങൾ വിചാരിച്ചാൽ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിക്കാൻ പറ്റും, ഞങ്ങൾ വിചാരിച്ചാൽ ചെങ്കടലിനെ ഭാഗിക്കാൻ പറ്റും, ഞങ്ങൾ വിചാരിച്ചാൽ പാറയടിച്ച് വെള്ളം പുറപ്പെടുവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അവരിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ട് നാം ചിന്തിക്കുക, മറ്റുള്ളവരോട് വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പറയാൻ. എറിഞ്ഞ കല്ലും പറയുന്ന വാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കുവാൻ പറ്റുകയില്ല. അതിന് എന്ത് പരിഹാരമുണ്ടെങ്കിലും അതുപോലെ പൂർണ്ണമായിട്ടും അവരോട് ചിലപ്പോൾ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞാലൊക്കെ അവരുടെ മനസ്സിലത് കാണും. അല്ലെങ്കിൽ ക്രൂരമായ ഭാവത്തോടു കൂടി പരുഷമായിട്ട് അവരോട് ഇടപെട്ട വാക്കുകൾ, ആശാസ്യമല്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വഴിവിട്ട പോക്കാണ്. ആലോചിക്കുക, ചിന്തിക്കുക. മോശയ്ക്ക് ഒരു ആലോചന ഇല്ലാതെ എടുത്തു ചാടിയത് കൊണ്ടാണ് മത്സരികളെ എന്ന് വിളിക്കുകയും ഞാനെന്നുള്ള ഭാവം അവിടെ നിഴലിച്ച് നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോശയുടെ ജീവിതത്തിൽ വന്ന പാളിച്ച ദൈവം അത് കണക്കിടുകയും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ട് തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും ജീവിതത്തിൽ നമ്മുടെ ബലഹീനതകളിൽ പിശാച് രംഗപ്രവേശം ചെയ്യും. നമ്മുടെ ബലഹീനതകളിൽ അല്ല, ഏറ്റവും ശക്തമായ വൈശിഷ്ട്യത്തെ ആണ് പിശാച് തൻ്റെ വരുതിയിൽ നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല, അതും ഒരു ഭാഗമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവം, വിനയത്തിൻ്റെ ഒരു ഭാവമുണ്ടെങ്കിൽ നമ്മൾ പലരും പറയും, പിശാച് പറയും, ഇത്രയും വിനയമൊന്നും വേണ്ട, ഇത്രയും വിനയമൊന്നും ഒരു നേതാവിന് പറ്റിയതൊന്നും അല്ല, ഇച്ചിരി തൻ്റെ ഇടമായിട്ട് നിൽക്ക് എന്നുള്ളൊരു ചിന്ത വരുന്നത് അത് പിശാചാണ് കുത്തിവെക്കുന്നത്. അതുകൊണ്ട് മോശ സൗമ്യനായിരുന്നു, ഇത്രയും സൗമ്യഭാവമൊന്നും വേണ്ട, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, അതുകൊണ്ട് വാക്കുകൾ ഇച്ചിരി ഓവറായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കുത്തിവെക്കുന്നത് പിശാചാണ്. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച പിശാച് എന്താ ചെയ്തത്? യേശുക്രിസ്തുവിനെ ദൈവവചനം ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നീ ദൈവപുത്രനാണ്, ഞാൻ അംഗീകരിക്കുന്നു, ഇതിനെ കല്ലപ്പമാക്കി തീർക്കാൻ നിനക്ക് പറ്റും, ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നിനക്ക് പറ്റും,
അതുകൊണ്ട് നിനക്കത് പറ്റും, വളരെ അനായാസമായിട്ട് നിനക്കത് പറ്റും എന്നുള്ള രീതിയിൽ ദൈവത്വത്തിലൂടെയും ദൈവവചനത്തിലൂടെയാണ് പിശാച് രംഗപ്രവേശം ചെയ്യുന്നത്. അതുകൊണ്ട് മോശയുടെ സൗമ്യഭാവത്തെയാണ് പിശാച് ഉപയോഗിച്ചത്. സൗമ്യഭാവം വേണ്ട, അവിടെ ക്രുദ്ധനായിട്ട് കാണപ്പെടുന്ന ഞാനെന്നുള്ളൊരു ഭാവത്തിലേക്ക് വർത്തിക്കുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനുള്ളൊരു ശക്തിയേക്കാൾ ഉപരിയായിട്ട് ഞാൻ പാറയടിച്ചാൽ വെള്ളം പുറപ്പെടുവിക്കും എന്നുള്ള ഒരു അഹംഭാവ ചിന്ത അവിടെ പ്രകടമായിട്ടാണ് അവിടെ നാം കാണുന്നത്. ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. ശിംശോൻ ദൈവത്തിൻ്റെ പുരുഷനായിരുന്നു. അവൻ്റെ ശക്തി അന്തർലീനമായിരുന്നു അവൻ്റെ മുടിയിലാണ്. ദലീല എന്ന് പറയുന്ന ആ സ്ത്രീ ഫെലിസ്ത്യർ അവളെ വശീകരിച്ചിട്ട് ശിംശോൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. നീ ശിംശോനെ വശീകരിച്ച് അവൻ്റെ ശക്തി ഏതിലാണ് കുടികൊള്ളുന്നതെന്ന് നീ മനസ്സിലാക്കണം. ശിംശോനെ ആദ്യമൊക്കെ ഒഴിവഴികൾ പറഞ്ഞ് അവളെ പറ്റിക്കുകയാണ്. പക്ഷേ മൂന്നാമത് അവളിൽ അനുരക്തനായിട്ട് അവളുടെ വശീകരണ വലയത്തിൽ വീണ് തൻ്റെ ശക്തി തൻ്റെ മുടിയിലാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഫെലിസ്ത്യരെ മുടി കത്തിരിക്കുകയും അവൻ്റെ ശക്തി അവനിൽ നിന്ന് പോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഏറ്റവും വെറുക്കുന്ന പാപത്തിൽ നമ്മെ വീഴ്ത്തുകയാണ് പിശാചിൻ്റെ ലക്ഷ്യം. ദൈവപുരുഷന്മാർ ആ ഒരു വിഷമസന്ധിയിൽ വീണിട്ടുണ്ട് പലപ്പോഴും. ശിംശോന് ദൈവപുരുഷനാണ്, പക്ഷേ ദലീലയുടെ ആ വശീകരണ വാക്കുകളിൽ വീണ് തൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് പത്രോസ്ലീഹ യേശുവിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു. പക്ഷേ ഗുരുവിനെ സഹായിക്കേണ്ട സന്ദർഭത്തിൽ വളരെ അകലം വിട്ട് പിൻഗമിക്കുന്ന പത്രോസ്ലീഹയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രലോഭനമാണ് ഇതൊക്കെ, ജീവിതത്തിലെ പ്രലോഭനമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രധാനമായിട്ടും മോശ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഈ വേദഭാഗത്തിൽ പറയുന്നത് 2 പ്രാവശ്യം പാറയടിച്ചു എന്നുള്ളതാണ്. അതും ദൈവം കൽപ്പിച്ചതല്ല. പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു, കൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ദേഷ്യത്തോടു കൂടി പാറയെ 2 പ്രാവശ്യം അടിക്കുകയാണ് അവിടെ മോശ ചെയ്യുന്നത്. ക്രിസ്തു എന്ന പാറ ഒരിക്കൽ മാത്രമേ അടിക്കപ്പെട്ടിട്ടുള്ളൂ. ക്രിസ്തുവിൻ്റെ ആകുന്ന പാറയുടെ മുൻകുറിയാണത്. ഒരിക്കലേ അടിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ക്രൂശിലാണ് തകർക്കപ്പെട്ട ശരീരം. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ നിർണയം അതാണ്. ഒരിക്കൽ പാറയടിച്ചു. പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കലാണ്. അതിനുശേഷം അത് ആവർത്തിക്കപ്പെടുന്ന അനുഭവമല്ല. ഒരിക്കലായിട്ട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ പാറയെ അടിക്കുക എന്ന് പറഞ്ഞു. അത് ഒരിക്കലായിട്ടേ പറഞ്ഞുള്ളൂ, പിന്നീട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് ആ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് അടിക്കുക എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്ക് പോകുന്നുള്ളൂ. പല കാര്യങ്ങളും ഇതുപോലെയാണ്. 1 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതിന് ഉപരിയായിട്ട് വിരുദ്ധമായിട്ട് നാം പ്രവർത്തിക്കുന്നുണ്ടോ? യോനയെപ്പോലെ തർശീശിലേക്ക് അല്ലെങ്കിൽ നിനവയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തർശീശിലേക്ക് പോകുന്ന മറുതലിപ്പാണോ എൻ്റെ ജീവിതത്തിൽ? ഹവ്വായോട് അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളോട് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുതെന്ന് പറയുമ്പോൾ അത് ഭക്ഷിച്ചാൽ എന്താ എന്നുള്ളൊരു ചിന്തയാണോ എൻ്റെ ജീവിതത്തിൽ വരുന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു പ്രലോഭനമാണ് എന്ന് നാം മനസ്സിലാക്കി അതിന് അനുസൃതമായ ഒരു രീതിയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഈ മോശയുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള സന്ദേശം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മോടുള്ള ഒരു സന്ദേശമായിട്ട് നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം പോവുക. മറിച്ച് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഞാനെന്നുള്ളൊരു ഭാവം, എന്നുള്ള ഭാവം മാറിയിട്ട് നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സേവിക്കുവാനും നിസ്വാർത്ഥമായിട്ട് ദൈവകൽപ്പനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രം പ്രവർത്തിക്കാൻ, ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രം അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗീയ കനാലിന് ആകുന്ന ആ ഒരു അനുഭവം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമായി തീരും. മോശയ്ക്ക് പിസ്ഗാ കൊടുമുടിയിൽ ദൈവം കാട്ടിക്കൊടുത്തു, ഇതാണ് വാഗ്ദത്ത നാട്. അഹ്റോനും അവിടെ വെച്ച് മരുഭൂമിയിൽ വെച്ച് മരിക്കുകയാണ്. അവർ 2 പേരും വാഗ്ദത്ത നാടായ കനാനിൽ പ്രവേശിച്ചില്ല. കാര്യം ഇതാണ്, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എൻ്റെ ജീവിതം അപഗ്രഥിക്കുക. ദൈവവിരുദ്ധമായിട്ടുള്ള മാർഗ്ഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ അവലംബമാക്കിയിട്ടുണ്ടോ? അതിൽ നിന്ന് ഒരു വിമോചനം പ്രാപിച്ച് ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായ ദൈവനിർദ്ദേശത്തിന് അനുസൃതമായി മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ സാഹചര്യം എന്തായിക്കൊള്ളട്ടെ, ഈ ലോകത്തിൻ്റെ ചുറ്റുപാടെന്തായിക്കൊള്ളട്ടെ, അതൊന്നും എന്നെ ബാധിക്കുകയില്ല. ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ പ്രധാനം എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ചിന്തകളിൽ നിന്നും വിരമിക്കുന്നു.